ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പുതിയൊരു പ്രഭാതത്തിലേക്ക് നമ്മളെ ഒരിക്കൽ കൂടി കൈനീട്ടി വിളിച്ചിരിക്കുന്ന, പേര് ചൊല്ലി വിളിച്ച ദൈവമായ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തോടു കൂടിയായിരിക്കാം. ആരാണ് എൻ്റെ സഹോദരൻ? ഈശോ തന്നെ എൻ്റെ സഹോദരൻ ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 50-ാം തിരുവചനം. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ഈ സാഹചര്യം നമ്മൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഈശോ ജനക്കൂട്ടത്തോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ആ സമയത്ത് ഈശോയെ കാണുവാൻ പരിശുദ്ധ അമ്മയും സഹോദരങ്ങളും വന്ന് പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെയുള്ള ജനക്കൂട്ടം ഈശോയോട് പറയുകയാണ്, നിൻ്റെ അമ്മയും സഹോദരങ്ങളും നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. നിങ്ങൾ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങളെ തേടി നിങ്ങളുടെ മാതാപിതാക്കൾ വരുന്ന സമയം, നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളോട് പറയും, ഇന്നയാളുടെ അമ്മയും അപ്പനും സഹോദരങ്ങളും പുറത്തു വന്ന് നിൽക്കുന്നു, ഒന്ന് കാണണമെന്ന് പറയുന്നു. അതേ സാഹചര്യം തന്നെയാണ് ഇവിടെ വരുന്നത്. എന്നാൽ ഈശോ വളരെ വ്യക്തമായിട്ട് ജനങ്ങളോട് പറയുകയാണ്, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ, അതായത് നമ്മളെ സൃഷ്ടിച്ച പിതാവായ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്താണോ ആ പദ്ധതി നിറവേറ്റുന്നവനാരോ, ദൈവത്തിൻ്റെ സ്വഭാവമായ സ്നേഹത്തോടു കൂടി തൻ്റെ സഹജീവികളെ സ്നേഹിക്കുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ദൈവത്തെ തള്ളിപ്പറഞ്ഞ് നടക്കുന്നവർ ആരും എൻ്റെ സഹോദരനും സഹോദരിയുമല്ല എന്ന് വളരെ അസന്ദിഗ്ധമായിട്ട് യേശു പ്രഖ്യാപിക്കുക. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഭൗതിക നേട്ടങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ മകനാണോ മകളാണോ എന്നുള്ള കാര്യം. ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്യാറുണ്ട്. ദൈവത്തിൻ്റെ സ്വഭാവം എന്നിലുണ്ടോ? സഹജീവികളോട് ഞാൻ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. ഞാൻ എൻ്റെ കാര്യം മാത്രം പറഞ്ഞ് നടക്കുകയാണ്. എൻ്റെ കാര്യം നേടുവാൻ വേണ്ടി മാത്രം ഞാൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഓടുകയാണ്. ഒരു നിമിഷം നമുക്കൊന്ന് നിൽക്കാം. ഒരു നിമിഷം നമുക്ക് തന്നെ ആത്മശോധന ചെയ്യാം. പിതാവായ ദൈവവും പുത്രനായ യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സ്വഭാവം എന്താണോ ആ സ്വഭാവത്തിലേക്ക് നമ്മളും മാറി
സഹജീവിയോട് കരുണയും സ്നേഹവും അലിവും പ്രകടിപ്പിച്ച് യേശുവിൻ്റെ സഹോദരനും സഹോദരിയും ആയി മാറാം. അവിടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ പ്രശ്നങ്ങൾ സഹോദരനായ യേശുവിൻ്റെ പ്രശ്നമായിട്ട് മാറും. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ സമാധാനം ഇന്നും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.